നമസ്കാരം, വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ഫൈനലിനെ കുറിച്ചാണ്. ഇൻഫോമിലുള്ള PSG 3-0 തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ചെൽസി ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. വെൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിക്ടറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ജനുവരി മുതൽ PSG കളിക്കുന്ന കളി നമ്മളൊക്കെ കാണുന്നുണ്ട്. ചെൽസി അതേ നാണയത്തിൽ തിരിച്ചടിച്ചു എന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. കാരണം ഹൈ പ്രസ്സിംഗ് ഉണ്ട്, ഫിസിക്കലായിട്ട് PSG ബ്ലോക്ക് ചെയ്തു. മറസ്ക കൊണ്ടുവന്നിട്ടുള്ള ചെറിയ ചെറിയ ചേഞ്ചുകൾ, റീസ് ജെയിംസിനെ പിടിച്ച് മിഡ്ഫീൽഡിൽ കളിപ്പിക്കുന്നു. ഇവിടെ കൈസേഡോ ജെയിംസും കൂടിയിട്ട് ഒരു പിവറ്റ് റൺ ചെയ്യുന്നു. നമുക്കറിയാം PSG ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഫാബിയൻ റൂയിസ് ആയാലും ജാവോ നവാസ്, ഫിറ്റീഞ്ഞോ, ഈ ഒരു മിഡ്ഫീൽഡാണ്. അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ PSG ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതിനിന്ന് ചെൽസിക്ക് കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. എടുത്തു പറയേണ്ടത് കോൾ പാമറുടെ പെർഫോമൻസ് ആണ്. കോൾഡ് ആൻഡ് പെർഫെക്റ്റ്. പുള്ളി ഇന്ന് പഴയ ഫോമിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ പാമറിന് ഇതുപോലുള്ള സ്പേസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി സ്കോർ ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത്രയ്ക്ക് ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു ഫിനിഷറാണ്. ഇപ്പൊ ആദ്യത്തെ ഗോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോ ഗുസ്തയുടെ ഒരു റണ്ണാണ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. പുള്ളിയുടെ ഷോട്ട് ഡിഫൻസിൽ ബ്ലോക്ക് ആവുന്നു. പിന്നീട് ഡിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പന്ത് ബോക്സിന്റെ എഡ്ജിൽ നിൽക്കുന്ന കോൾ പാമറുടെ കാലിലേക്കാണ് എത്തുന്നത്. പുള്ളി ഒരു ടച്ച് എടുത്തുകൊണ്ട് ഡൊണറുമയെ കബളിപ്പിച്ചുകൊണ്ട് അത് പോസ്റ്റിലേക്ക് എത്തിക്കുന്നു. ഇവിടെ PSG ഡിഫൻസിന് എന്ത് പറ്റി എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ മെൻഡിസിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മാർക്കിഞ്ഞോസിന്റെ പെർഫോമൻസിനെ പറ്റി പറയാറുണ്ട്. പക്ഷെ ഇന്ന് എല്ലാവരും വളരെ ശോകമായിരുന്നു. എസ്പെഷ്യലി രണ്ടാമത്തെ ഗോളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമറിന്റെ റൈറ്റ് വിങ്ങിലുള്ള റണ്ണ് വരുന്നു. 3 പേര് പുള്ളിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല. പുള്ളിക്കാണെങ്കിൽ നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ട്. ആ സ്പേസിലേക്ക് ഓടി കയറി പോസ്റ്റിലേക്ക് എത്തി അവിടെ നിന്നാണ് ഷോട്ട് എടുക്കുന്നത്. ഡോണറുമ്മ ചാടിയൊക്കെ നോക്കി, പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ കോർണറിലേക്കാണ് പാമറിന്റെ ഗോൾ പോയത്. ബ്രില്യൻ ഫിനിഷിംഗ് ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഒരു 30 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും 2-0 ലീഡിലേക്ക് ചെൽസി എത്തുകയാണ്. മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട്, ജാവോ പെഡ്രോ. വാട്ട് എ സൈനിങ്. പുള്ളിയുടെ ഇമ്പാക്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈനിങ് ചെയ്തു. ആദ്യത്തെ മാച്ചിൽ 2 ഗോള്, പിന്നത്തെ മാച്ചിൽ 1 ഗോള്. ഈ ഗോളിന് അസിസ്റ്റ് കൊടുത്തതും പാമർ തന്നെയാണ്. അങ്ങനെ നല്ലൊരു ഇമ്പാക്ട് കൊണ്ടുവരാൻ ജാവോ പെഡ്രോക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ PSG സൈഡിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് പറ്റിയെന്നുള്ളത് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് ചാൻസുകളൊന്നും PSG ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. 67% പൊസിഷൻ PSG ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡംബലയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ വിറ്റീനിയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ സാഞ്ചസിന്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പിംഗ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചു. സാധാരണ നമ്മൾ സാഞ്ചസിന് തെറി പറയാറുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫിലായാലും സെക്കൻഡ് ഹാഫിലായാലും കിഡിലൻ സേവുകൾ ചെൽസിയെ ഒരു പടി മുമ്പിൽ എത്തിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നീട് PSG സൈഡ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള പല പ്ലേയേഴ്സിനെയും നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ കാര്യങ്ങൾ ഒരു അഗ്ലി സ്റ്റേജിലേക്ക് പോയി. ഒരുപാട് ഫിസിക്കൽ ഫൈറ്റും യെല്ലോ കാർഡുകളും റെഡ് കാർഡുകളും പിന്നീട് കളിക്ക് ശേഷവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു 3-0 ലീഡിന്റെ പ്രശ്നം കൊണ്ടാണ് പറ്റിയത് എന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ട്. സെക്കൻഡ് ഹാഫിൽ 1-2 കിഡിലൻ ചാൻസുകൾ കളി തുടങ്ങിയപ്പോൾ തന്നെ PSG ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഡംബലേക്ക് ഒരു ബ്രില്യൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. വിറ്റീഞ്ഞ മിഡ്ഫീൽഡിലൂടെ 3-4 പ്രാവശ്യം കയറിപ്പോയി ലെഫ്റ്റ് വിങ്ങിലേക്കും അതുപോലെ ഡംബലിലേക്കും ഒക്കെ ബോൾ എത്തിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഡുവോ ഒരു ഷോട്ട് എത്തി. വിറ്റീഞ്ഞയുടെ മിഡ്ഫീൽഡിൽ നിന്നുള്ളൊരു ഷോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ PSG കഴിയാതെ പോയി എന്നുള്ളത് വസ്തുതയാണ്. പിന്നീട് 80 മിനിറ്റ് ആകുമ്പോഴത്തേക്കും റെഡ് കാർഡ് ഇൻസിഡന്റ് വന്നു. ഇവിടെ കുക്കറെ പോയി ജാവോ നവാസിനെ നഡ്ജ് ചെയ്യുന്നു. അതൊക്കെ പാർട്ട് ഓഫ് ദി ഗെയിം ആണ്. പക്ഷേ നവാസ് റെസ്പോണ്ട് ചെയ്തത് പുള്ളി കുക്കറയുടെ മുടി പിടിച്ച് വലിക്കുന്നു. ഓൺഫീൽഡ് റഫറി യെല്ലോ കാർഡ് കൊടുത്തു. പക്ഷേ വാർ ഇന്റർവ്യൂൻ ചെയ്തു. വാലിൻ കണ്ടക്ട് പ്രൂവ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള റെഡ് കാർഡായിരുന്നു. ജാവോ നവാസിന് പുറത്തു പോകേണ്ടി വന്നു. അതിനുശേഷം ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഫാബിയൻ റൂയിസും എന്താ പറയുന്നത് മിഡ്ഫീൽഡേഴ്സുമായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. കൈസീഡോ ഫിസിക്കലായിട്ട് 1-2 ചലഞ്ചസ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഇങ്ങനെ 2 സൈഡിലും ഒരുപാട് മൊമെന്റ്സ് സെക്കൻഡ് ഹാഫിൽ ഈ മത്സരത്തിലേക്ക് ഉണ്ടായിരുന്നു. കളിക്ക് ശേഷവും ലൂയിസ് എൻട്രിക്കയും ജാവോ പെഡ്രോ ആയിട്ടുള്ള ആ ഒരു
ഡിസ്കഷൻ ഒക്കെ അതിന് ഉദാഹരണമാണ്. എന്തായാലും സെക്കൻഡ് ഹാഫിൽ ഡിഫെൻഡിങ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫെൻഡിങ് ആണ് ചെൽസിയുടെ സൈഡിൽ നിന്ന് കണ്ടത്. എൻസോ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. കോൾവില് എനിക്ക് തോന്നുന്നു ഇമ്മെൻസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇന്ന് കൊണ്ടുവന്നു. ഡിഫൻസിൽ എല്ലാവരും 100% കൊടുത്തു എന്നുള്ളത് ഇന്ന് കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻക്ലൂഡിങ് ഇവിടെ ജാവ പെഡ്രോയുടെ കാര്യം പറയണം, അതുകൂടാതെ പാമറിന്റെ കാര്യം പറഞ്ഞു. ഇവരൊക്കെ ഇറങ്ങി വന്നിട്ട് സെക്കൻഡ് ഹാഫിൽ ഡിഫെൻഡ് ചെയ്യുന്നത് വളരെ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മരസ്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ക്വാഡ് എന്ന് പറയുന്നത് എല്ലാം യങ് പ്ലേയേഴ്സ്, ഹൈ പെർഫോമൻസ് കിട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. പുള്ളിയുടെ പ്രോജക്റ്റ് സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ എന്ന് പറയാതിരിക്കാൻ പറ്റൂല. ഇപ്പോൾ കോൺഫറൻസ് ലീഗ് കിരീടം സ്വന്തമാക്കി, അതിനുശേഷം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം നടക്കുന്നു. എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗിലേക്കുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കാൽവെപ്പ് തന്നെയാണ് ചെൽസി നടത്തിയിരിക്കുന്നത്. ചെൽസിയുടെ സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സബ്സ്റ്റിറ്റ്യൂഷനും വന്നു, അത് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വേണം. പക്ഷേ PSG സൈഡിൽ നിന്ന് വന്നിട്ടുള്ള പ്ലേയേഴ്സ് ഒക്കെ ട്രൈ ചെയ്തെങ്കിൽ ഇപ്പൊ ബാർക്കോളൊക്കെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തി, അതൊന്നും കൃത്യമായിട്ട് ഗോളിലേക്ക് പോകാനുള്ള ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തെങ്കിലും അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയേണ്ടി വരും. ഇവിടെ റാമോസിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ബാർക്കോളൊക്കെ ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. കളി അവസാനിക്കുമ്പോൾ 3-0 ലീഡോടെ ചെൽസി വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.